ഈ കാണുന്നത് ഫാൽഗുണി നദിയാണ്. ഫാൽഗുണി നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ശ്രീരാമനും അനുജന്മാരും സീതാദേവിയോട് കൂടി ദശരഥന് ശ്രാദ്ധം ബലി ചെയ്യാൻ വേണ്ടിയിട്ട് ഗയയിലുള്ള വിഷ്ണുനാഥ ടെമ്പിളിലേക്ക് എത്തുകയും ഇവിടെ വെച്ച് രാമനും അനുജന്മാരും പുറത്ത് എന്തെങ്കിലും ഫലമൂലാദികൾ കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ സീതാദേവി ഇവിടെ ഇരിക്കുകയായിരുന്നു. സീതാദേവിക്ക് ദശരഥൻ്റെ വിളി കേട്ട് എൻ്റെ ശ്രാദ്ധബലി വേഗം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സീതാദേവി അവിടെ മുന്നിൽ കാണുന്നതാണ് സീതാദേവിയുടെ അമ്പലം. അപ്പോൾ ഇവിടെ സീതാദേവി ഇത് ശ്രാദ്ധം വേഗം ചെയ്യാൻ തുടങ്ങി. ശ്രാദ്ധം ചെയ്തു തീർന്നു. ശ്രീരാമനും സഹോദരന്മാരും വന്ന സമയത്ത് അവർക്ക് ഇത് വന്നപ്പോൾ സീതാദേവി പറഞ്ഞു, ഞാനിവിടെ ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി ആദ്യം അവർ ഫാൽഗുനി നദിയോട് ചോദിച്ചു. ശ്രീരാമൻ ഫാൽഗുനി നദി ചോദിച്ചു. ഫാൽഗുനി നദി നുണ പറഞ്ഞു, സീതാദേവി ഇവിടെ ശ്രാദ്ധം ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ സീതാദേവി ശപിച്ചത് മഴ പെയ്യുമ്പോൾ മാത്രമേ ഈ നദിയിൽ വെള്ളം ഉണ്ടാവുള്ളൂ. മഴ ഇല്ലാത്ത സമയത്ത് ഈ നദി വരണ്ടിരിക്കും, ഫാൽഗുനിക്ക് വെള്ളം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശാപം കൊടുത്തു. അതേപോലെ അടുത്തത് പശുവിനോടാണ് ചോദിച്ചത്. പശു പറഞ്ഞു, ഞാൻ ഒന്നും ഇങ്ങനെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പശുവിനെയും ശപിച്ചു. ഇവിടെ എത്ര ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ടാലും അതിലൊക്കെ നിങ്ങളുടെ മലമൂത്ര വിസർജനം നടന്നിട്ട് മലമൂത്ര വിസർജനത്തിൻ്റെ മണത്തോടു കൂടി മാത്രമേ നിനക്കത് ഭുജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പശുക്കൾ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് തുളസി തീർത്ഥത്തിനോട് പറഞ്ഞു. തുളസി ദേവി എന്ത് പറഞ്ഞു? തുളസി ദേവി ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. തുളസി ദേവിയും ശപിച്ചു. ആരെങ്കിലും തുളസി എടുക്കാനായിട്ട് വരികയാണെന്ന സമയത്ത് തുളസി ഉണങ്ങി നിൽക്കുകയും തുളസി തളിർത്ത് നിൽക്കുന്ന സമയത്ത് ആരും എടുക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനോടാണ് ചോദിച്ചത്. മനുഷ്യനോട് ചോദിച്ച മനുഷ്യൻ പറഞ്ഞു, ഞാൻ സീതാദേവി ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി അദ്ദേഹത്തിന് 3 വരദാനങ്ങൾ കൊടുത്തു. ഇവിടെ നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ശ്രാദ്ധബലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധനധാന്യങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ധനധാന്യങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പുത്രകളത്രാദികൾ ഇല്ലാതിരിക്കുന്ന ഒരാളാണ് ഇവിടെ വന്ന് ശ്രാദ്ധബലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പുത്രകളത്രാദി ലഭിക്കും. മനസ്സുഖം ഇല്ലാത്ത ഒരാളാണ് ഇവിടെ വരുന്നതെങ്കിൽ മനസ്സുഖം ലഭിക്കും. അങ്ങനെയുള്ള 3 വരങ്ങൾ കൊടുത്തു. ആ വരങ്ങൾ ലഭിച്ചതിനനുസരിച്ചാണ് പിന്നീട് ഇവിടെ വന്ന് ജനങ്ങൾ വന്ന് ശ്രാദ്ധബലി ചെയ്യാൻ തുടങ്ങിയത്. ഇത്രയാണ് ഇതിൻ്റെ വിവരണം.